Hi students, good morning. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ മുഖ്യ കാര്യാലയം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുഖ്യ പ്രവർത്തന കേന്ദ്രം, ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. 1915 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്, സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാനായി അറിയപ്പെടുന്നത് എസ് പത്മനാഭ അയ്യർ. എസ് പത്മനാഭ അയ്യറാണ് ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ. രണ്ടാമത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ICA, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇത് സ്ഥാപിതമായത് 1895. ICAയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ബ്രസൽസ്. ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാനായി അറിയപ്പെടുന്നത് ഏൾ ഗ്രേ ആണ് ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാനായിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NCUI, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇത് സ്ഥാപിതമായ വർഷം 1929. 1929 NCUI സ്ഥാപിതമായത്. ഫസ്റ്റ് ചെയർമാൻ ലല്ലുഭായ് ദാസ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ചെയർമാനായി അറിയപ്പെടുന്നത്. അടുത്തത് നാലാമത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് സ്ഥാപിതമായ വർഷം 1982. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നബാർഡ് ഈസ് മുംബൈ. ഫസ്റ്റ് ചെയർമാൻ രാമകൃഷ്ണയ്യ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഇത് സ്ഥാപിതമായ വർഷം 1935. 1935 RBI സ്ഥാപിതമായത്. ഇതിന് ഫസ്റ്റ് ചെയർമാനായി അറിയപ്പെടുന്നത് ഫസ്റ്റ് ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. RBIയുടെ ഫസ്റ്റ് ചെയർമാനായി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഗവർണറായി അറിയപ്പെടുന്നത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഹോസ്പിറ്റൽ ഫെഡിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഹോസ്പിറ്റൽ ഫെഡ്, കൊച്ചിൻ. സ്ഥാപിതമായ വർഷം 1999 ഹോസ്പിറ്റൽ ഫെഡ് സ്ഥാപിതമായത്. എട്ടാമത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NCDC. എന്താണ് NCDC? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1963. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. സ്ഥാപിതമായ വർഷം 1963. അടുത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് KSCCF, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡ് എന്നും ഇതറിയപ്പെടുന്നു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം. കൺസ്യൂമർ ഫെഡിൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. സ്ഥാപിതമായ വർഷം 1965. അടുത്തത് നോക്കൂ, 10ാമത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കശു വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. കേരള സ്റ്റേറ്റ് കശു വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ക്യാപെക്സ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. കൊല്ലത്താണ് ക്യാപെക്സിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 11ാമത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് KS കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് KS കാർഡ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. സ്ഥാപിതമായ വർഷം 1984. അടുത്ത് നോക്കൂ, 12ാമത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മാർക്കറ്റ് ഫെഡ്.
കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് മാർക്കറ്റ് ഫെഡ് എന്നറിയപ്പെടുന്നത്. മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് എന്നറിയപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് മാർക്കറ്റ് ഫെഡ് എന്ന് അറിയപ്പെടുന്നത്. സ്ഥാപിതമായ വർഷം 1960-ലാണ് മാർക്കറ്റ് ഫെഡ് സ്ഥാപിതമായത്. അതിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് മാർക്കറ്റ് ഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. മാർക്കറ്റ് ഫെഡിൻ്റെ ഉദ്ദേശം എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്ത് നോക്കൂ 13. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള ദിനേശ് ബി ഡിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ് ദിനേശ് ബി ഡിയുടെ ആസ്ഥാനം. 1969-ലാണ് ഇത് സ്ഥാപിതമായത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സെറിഫെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സെറികൾച്ചർ ഓർത്താൽ മതി. പട്ടുനൂൽപ്പുഴു കൃഷി ചെയ്യുന്നതിനാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് സെറികൾച്ചർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്, ഇതാണ് സെറിഫെഡ് എന്നറിയപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് സെറികൾച്ചർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്, ഇതിനെ സെറിഫെഡ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അടുത്ത ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് KCMMF, കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ഇത് മിൽമ എന്നും അറിയപ്പെടുന്നു. മിൽമ അല്ലെങ്കിൽ KCMMFൻ്റെ ആസ്ഥാനം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മിൽമ എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. സ്ഥാപിതമായ വർഷം 1980-ലാണ്. അടുത്ത് നോക്കൂ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് IFFCO, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. എന്താണ് ഇഫ്കോയുടെ ഫുൾ ഫോം? ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. സ്ഥാപിതമായ വർഷം 1967-ലാണ്. ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം, എന്തായിരിക്കും? ഫെർട്ടിലൈസർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇഫ്കോ 1960-ലാണ് സ്ഥാപിതമായത്. ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇഫ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇത് ഏത് സൊസൈറ്റി പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്? മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കാരണം ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇഫ്കോയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, ഇഫ്കോ. 1967-ലാണ് സ്ഥാപിതമായത്. അടുത്ത് നോക്കൂ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ക്രിബ്കോ, കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇതാണ് ക്രിബ്കോയുടെ ഫുൾ ഫോം, കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇതിൻ്റെ ആസ്ഥാനം നോയിഡയിലാണ്. മുഖ്യ ഓഫീസ് എന്ന് പറയുന്നത് നോയിഡയിലാണ്. ഓക്കെ, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്? പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഫെർട്ടിലൈസർ. അപ്പോൾ കർഷകർക്ക് വേണ്ടി ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിച്ച് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ക്രിബ്കോയുടെ ഉദ്ദേശം. ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നോയിഡയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് കാണുന്നത്. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ഫെർട്ടിലൈസറാണ് ഇതിൻ്റെ ഉദ്ദേശം. രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്, കാരണം ഇത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. 2002-ലാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഉണ്ടായത്. ആ സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ക്രിബ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് ഓർക്കാം. അടുത്തത് 18-ാമത്തത് SPCS, സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി. SPCSൻ്റെ ഫുൾ ഫോമാണ് സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആസ്ഥാനം കോട്ടയമാണ്. 1945-ലാണ് ഇത് ആരംഭം കുറിച്ചത്. സൊസൈറ്റി ഓഫ് ഓതേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്, ഓതേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും സൊസൈറ്റിയാണ്. ഇതിൻ്റെ ഉദ്ദേശം പബ്ലിഷ് ആൻഡ് സെൽസ്, ബുക്കുകളും മറ്റും പബ്ലിഷ് ചെയ്യുകയും വിൽക്കുകയുമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ സ്ഥാപനത്തിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് തകഴിയുടെ കഥകളാണ്. ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ്
തകഴിയുടെ കഥകൾ. അപ്പോൾ SPCSൻ്റെ ആസ്ഥാനം കോട്ടയമാണ്. 1945 ആരംഭം കുറിച്ചത്. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് അറിയപ്പെടുന്നത്. 19ാമത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് റെയ്ഡ്കോ. എന്താണ് റെയ്ഡ്കോ? ദ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ഓഫ് കേരള. റെയ്ഡ്കോയുടെ ഫുൾ ഫോം ദ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ഓഫ് കേരള. ഇതിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ്. കണ്ണൂർ റെയ്ഡ്കോ. രണ്ടാമത് സർവീസ് ടു ഫാർമേഴ്സിന് സർവീസ് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. തെങ്ങ് കയറ്റ മെഷീൻ പോലെയുള്ളത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് ഇപ്പോൾ റെയ്ഡ്കോയാണ്. അടുത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരഫെഡ്. കേരയുടെ വെളിച്ചെണ്ണ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് ഓർത്താൽ മതി. കേരഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. എന്താണ് കേരഫെഡിൻ്റെ ഫുൾ ഫോം? കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. 1987 സ്ഥാപിതമായത്. മുഖ്യ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ ഇന്ത്യ. ഇത് 2 പ്രൊഡക്ഷൻ സെൻറ്ററുകളുണ്ട്. ഒന്ന് കോഴിക്കോടാണ്. നെക്സ്റ്റ് 21ാമത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NCCF. എന്താണ് NCCF എന്ന് പറയുന്നത്? നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനാണ് NCCF എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. NCCFൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഉദ്ദേശം എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിൻ്റെ സപ്ലൈ ആണ്, അല്ലെങ്കിൽ വിതരണമാണ് NCCFൻ്റെ മുഖ്യ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അടുത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഫെഡ്. നാഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? എന്താണ് നാഫെഡ്? നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നാഫെഡ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സ്ഥാപിതമായ വർഷം 1958 ഒക്ടോബർ 2. ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തിരിക്കുക. നാഫെഡ്. നെക്സ്റ്റ് 23ാമത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഫ്സ്കോബ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. ഇതാണ് നാഫ്സ്കോബ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. നവി മുംബൈയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. 1964 സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ പ്രോബ്ലംസ് ഓഫ് അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ദ കൺട്രി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും അപ്പെക്സ് ബാങ്ക് ഏതായിരിക്കും? കോപ്പറേറ്റീവ് മേഖലയിൽ കേരള കോപ്പറേറ്റീവ് ബാങ്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഫെഡറേഷനാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ് എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അടുത്തത് 24 എയ്മാസ്. ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം. ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം 1965 സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഇനീഷ്യേറ്റ് ചെയ്തത് നേരത്തെ പറഞ്ഞ നാഫ്സ്കോബ് തന്നെയാണ്. നാഫ്സ്കോബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. ഈ ഒരു സ്ഥാപനമാണ് ഐമസ് എന്നുള്ള സ്കീം സ്റ്റാർട്ട് ചെയ്തത്. എന്താണ്? ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീംസ് ഇനീഷ്യേറ്റ് ചെയ്തത് നാഫ്സ്കോബാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്കീം ഫോർ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻ്റർ ഡിസ്ട്രിക്റ്റ് മണി ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ്സ്. അപ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ 2 ജില്ലകൾ തമ്മിലോ ഉള്ള കോപ്പറേറ്റീവുകൾ ഇടയിലുള്ള ഇടപാടുകൾ, അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിലോ 2 ജില്ലകൾ തമ്മിലോ ഉള്ള പണത്തിൻ്റെ ഇടപാടുകൾക്കുള്ള ഒരു സഹകരണം ഉണ്ടാക്കുക. ഇതിനാണ് ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം എന്ന് അറിയപ്പെടുന്നത്. 1965 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് 25ാമത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഇതിൻ്റെ ആസ്ഥാനം
ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി ഇത് 3 ടയർ സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 3 ടയർ. ആദ്യം ഏറ്റവും അപ്പെക്സ് ലെവലിൽ വാംനിക്കോം, മിഡിൽ ലെവലിൽ ICM, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കോളേജസ്. ലോവർ ലെവലിൽ ജൂനിയർ അല്ലെങ്കിൽ സബോർഡിനേറ്റ് സെൻറ്റേഴ്സ്, ജൂനിയർ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് സെൻറ്റേഴ്സ് ലോവർ ലെവൽ. അപ്പോൾ ഇങ്ങനെ 3 ടയറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 3 ടയർ സംവിധാനത്തിലാണ് ഈ ട്രെയിനിങ് സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെയാണ്? അപ്പെക്സ് ലെവലിൽ വാംനിക്കോം, മധ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ICM അല്ലെങ്കിൽ കോപ്പറേറ്റീവ് കോളേജസ്, ലോവർ ലെവലിൽ ജൂനിയർ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് സെൻറ്റേഴ്സ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് എന്നോർത്തിരിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വാംനിക്കോം. വാംനിക്കോം ഏതിൻ്റെ കീഴിലാണ്? ഞാൻ പറഞ്ഞു NCCTയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ NCCTയുടെ കീഴിൽ വരുന്ന ഈ വാംനിക്കോമിൻ്റെ ആസ്ഥാനം പൂനെയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. എന്താണ് വാംനിക്കോം എന്ന് പറയുന്നത്? വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. വൈകുണ്ഠ മേത്ത എന്ന ആളുടെ പേരിൽ നിന്നാണ് ഈ ഒരു സ്ഥാപനം വന്നിട്ടുള്ളത്. വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇതാണ് അപ്പെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അറിയപ്പെടുന്നത്. അപ്പെക്സ് ലെവലിൽ വരുന്നത് വാംനിക്കോമാണ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. രണ്ടാമത്തത് മിഡിൽ ലെവലിൽ വരുന്നത് ഇതാണ് ICM അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ്, കോപ്പറേറ്റീവ് കോളേജസോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഇതാണ് മിഡിൽ ലെവലിൽ വരുന്നത്. 3 ടയർ സംവിധാനം ഞാൻ പറഞ്ഞു. അപ്പെക്സ് ലെവലിൽ വരുന്നത് വാംനിക്കോമാണ്. മിഡിൽ ലെവലിൽ വരുന്നത് ICM അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസുകളാണ് മിഡിൽ ലെവലിൽ വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇതുപോലെ 2 സെൻറ്ററുകളുണ്ട്. ഒന്ന് കണ്ണൂരാണ്, ഒന്ന് ഒന്ന് തിരുവനന്തപുരമാണ്. കണ്ണൂരും തിരുവനന്തപുരവുമാണ് 2 സെൻറ്ററുകളായിട്ട് പ്രവർത്തിക്കുന്നത്. ICMൻ്റെ 2 സെൻറ്ററുകൾ, ഒന്ന് കണ്ണൂരും ഒന്ന് കോഴിക്കോടുമാണ്. അടുത്ത ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NCCE, നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇത് NCUIയുടെ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇതിൻ്റെ സബ്സിഡിയറി ആയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ട്രെയിനേഴ്സിന് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം, മറ്റുള്ളവർക്കും ട്രെയിനിങ് നൽകുന്നുണ്ട്. പ്രധാന ഉദ്ദേശം ട്രെയിനേഴ്സിനും അതുപോലെ അധ്യാപകർക്കും, ട്രെയിനേഴ്സിനും അധ്യാപകർക്കും എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ്, ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രെയിനിങ് എടുക്കുന്ന ആളുകൾ. ട്രെയിനേഴ്സിന് അതുപോലെ ടീച്ചേഴ്സിനും എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് NCCയുടെ പ്രധാന ലക്ഷ്യം. മറ്റുള്ളവർക്കും നൽകുന്നുണ്ട്. അപ്പോൾ NCCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേപ്പ്, കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, CAPE എന്നോർത്താൽ മതി. ഇതാണ് CAP, കോപ്പറേറ്റീവിൻ്റെ C, അക്കാദമിയുടെ A, പ്രൊഫഷണലിൻ്റെ P, എഡ്യൂക്കേഷൻ്റെ E. അതാണ് കേപ്പ് എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേപ്പ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരമാണ് ഇതിൻ്റെ ആസ്ഥാനം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേപ്പ് തിരുവനന്തപുരമാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പെക്സ് സൊസൈറ്റികളുടെ ആസ്ഥാനമാണ് ഇനിയും പറയാൻ പോകുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് തിരുവനന്തപുരം. തിരുവനന്തപുരം ആസ്ഥാനമായി വരുന്ന, ഹെഡ് ഓഫീസായിട്ട് വരുന്ന കുറച്ച് അപ്പെക്സ് സൊസൈറ്റികളുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതൊക്കെ തിരുവനന്തപുരം ആസ്ഥാനമായി വരുന്ന, മുഖ്യ പ്രവർത്തന കേന്ദ്രമായി വരുന്ന ചില അപ്പെക്സ് സൊസൈറ്റികൾ. അപ്പോൾ അത് നോക്കാം. ഒന്നാമത്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹാൻഡ്ലൂം വീവേഴ്സിൻ്റെ ആസ്ഥാനം, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനവും തിരുവനന്തപുരമാണ്. കേരള സ്റ്റേറ്റ് SC/ST ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എവിടെയാണ്? തിരുവനന്തപുരമാണ്. SC/ST ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എവിടെയാണ്? KCMMF എവിടെയാണ്? തിരുവനന്തപുരമാണ്.
മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേര ഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ പറഞ്ഞൊന്നും കൂടെ പറയാം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ്, കേരള സ്റ്റേറ്റ് SC/ST ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, മത്സ്യഫെഡ്, കേര ഫെഡ്, ഇതിൻ്റെയൊക്കെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി കൊച്ചിൻ ആസ്ഥാനമായി വരുന്ന ചില അപ്പെക്സ് സൊസൈറ്റികളെയാണ് പറയാൻ പോകുന്നത്. കൊച്ചിൻ ആസ്ഥാനമായി വരുന്ന ചില അപ്പെക്സ് സൊസൈറ്റികൾ. ഒന്നാമത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിനാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആസ്ഥാനം കൊച്ചിനാണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ കൊച്ചിനാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് എവിടെയാണ്? കൊച്ചിനാണ്. ഹാൻഡിക്രാഫ്റ്റ്സും ഹാൻഡ്ലൂം വീവേഴ്സും മാറിപ്പോരുത്. ഹാൻഡ്ലൂം വീവേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തിരുവനന്തപുരമാണ്. ഹാൻഡിക്രാഫ്റ്റ്സ് വരുന്നത് എറണാകുളമാണ്. ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? ഹാൻഡിക്രാഫ്റ്റ്സ് എവിടെയാണ്? എറണാകുളമാണ്. ഹാൻഡ്ലൂം വീവേഴ്സ് എവിടെയാണ്? ഹാൻഡ്ലൂം വീവേഴ്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ ഏതൊക്കെയാണ് കൊച്ചിയിൽ വരുന്നത്? മാർക്കറ്റിംഗ്, കൺസ്യൂമർ, ഹൗസിംഗ്, റബ്ബർ, ഹാൻഡിക്രാഫ്റ്റ്സ്. മാർക്കറ്റിംഗ്, കൺസ്യൂമർ, ഹൗസിംഗ്, റബ്ബർ, ഹാൻഡിക്രാഫ്റ്റ്സ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? കൊച്ചിനാണ്. നമുക്കടുത്ത് നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി. ഇതിൽ ആലപ്പുഴ വരുന്ന ഏതാണ്? കയർ മാർക്കറ്റിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്റ്റേറ്റ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആലപ്പുഴയാണ്. കയർ മാർക്കറ്റിങ്ങിൻ്റെ ഫെഡറേഷൻ എവിടെയാണ്? ആലപ്പുഴയാണ്. അടുത്തത് അരീക്ക നട്ട് എന്ന് പറഞ്ഞാൽ അടയ്ക്ക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അടയ്ക്ക. സെൻട്രൽ അരീക്ക നട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കാംകോ എന്നറിയപ്പെടുന്ന എന്താണ്? ദ സെൻട്രൽ അരീക്ക നട്ട് മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അരീക്ക നട്ട് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് കാംകോ എന്നറിയപ്പെടുന്നു. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഓക്കെ, ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് അറിയപ്പെടുന്നു. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഇതിൻ്റെ ആസ്ഥാനം മംഗലാപുരമാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെയും കർണാടകയുടെയും ഒരു സംയുക്തമായിട്ടുള്ളൊരു സംരംഭമാണ്. അതുകൊണ്ടാണ് ഇതിനെ ജോയിൻറ്റ് വെഞ്ചർ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാനം മാംഗ്ലൂരാണ്. ഇതൊരു മൾട്ടി സ്റ്റേറ്റ്, അപ്പോൾ 2 സംസ്ഥാനങ്ങൾ, അപ്പോൾ ആരൊക്കെയാണ്? ഒന്ന് കേരളവും ഒന്ന് കർണാടകവും. അതുകൊണ്ട് ഇതിന് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ആയിട്ട് പരിഗണിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.